ഇപ്പൊ വൈകുന്നേരം എന്നും ദിയ വീട്ടിലുള്ളതുകൊണ്ട് തന്നെ അവൾക്ക് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്നത് എന്റെ അഞ്ചേച്ചിന്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. അപ്പൊ ഇന്ന് വീട്ടിൽ അഞ്ചേച്ചി ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കാണ് ആ ഡ്യൂട്ടി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ മുട്ടയും ബ്രെഡും ആണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു സമയത്ത് മുട്ടയ്ക്കാണ് അധികം കഴിക്കേണ്ട എല്ലാവരും പറയട്ടെ. മുട്ട മാത്രമല്ല പഴം പക്ഷെ രാവിലെ അവൾക്ക് പൊരിച്ചു കൊടുക്കാറാണ്. ഡെയിലി ഒരു 4 ബ്രെഡ് പൊരിച്ചത് അവളിപ്പോ കഴിക്കാറുണ്ട്. കൂട്ടത്തിൽ എന്റെ ചാരുവിനും കൊടുക്കുന്നുണ്ട്. എന്റെ ചാരുവിനാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമാണ്. അഞ്ചേച്ചിക്കാണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ എടുക്കാൻ പോകാണ്ടായിരുന്നു. അപ്പൊ അവൾ അത് കഴിഞ്ഞ് വന്നിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. പിന്നെ ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വെറും 167 രൂപയ്ക്ക് വാങ്ങിയിട്ടുള്ള 3 കത്തിയാണ് കേട്ടോ. അടിപൊളിയാണ്. ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാങ്ങിക്കോളൂ കേട്ടോ. അഞ്ചേച്ചി മാത്രമല്ല വന്നിട്ടുണ്ടായിരുന്നു, കുട്ടിയാടുണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്കാണ് ശ്രീകുട്ടനും ഋതു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഞാനിത് ചിക്കൻ നന്നാക്കാൻ നിന്ന് ചിക്കനൊക്കെ നന്നാക്കി വന്നപ്പോഴേക്കും അഞ്ചേച്ചിയും കുട്ടിയാടും കൊണ്ടുവന്ന പപ്സ് അങ്ങോട്ട് ചൂടാണ്. പിന്നെ ഇത് ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ ഒരു എയർ ഫ്രയർ ഉള്ളതുകൊണ്ട് തന്നെ നല്ല സുഖമാണ് കേട്ടോ. അതിലൊരു 2 മിനിറ്റ് അങ്ങോട്ട് ചൂടാക്കിയാൽ മതി. നല്ല ക്രിസ്പി ആയിട്ട്. അഞ്ചേച്ചി വന്നപ്പോൾ കുറച്ച് പൊറോട്ടയും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇന്ന് രാത്രി പൊറോട്ടയും ചിക്കൻ കറിയും പ്ലസ് ചോറും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കിടക്കാൻ നിൽക്കുന്ന സമയത്താണ് കേട്ടോ അച്ഛമ്മ എന്തോ പറഞ്ഞ് എണീറ്റ് വന്നത്. അച്ഛമ്മേന്റെ വിചാരം ഇത് രാവിലെയാണെന്നാണ്. അങ്ങനെ പിന്നെ ലുഡോ ഒക്കെ കളിച്ചൊരു 1-1.5 മണിക്കാണ് ഞങ്ങൾ എല്ലാവരും ഉറങ്ങിയത് കേട്ടോ.